ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ വാർത്തയിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കിടക്കാം. മലയാളത്തിന്റെ മഹാസുഹൃതത്തിന് മാതൃഭൂമിയുടെ പിറന്നാൾ സമ്മാനം. അപ്പൊ നമ്മുടെ MD വാസുദേവൻ നായർ മരണപ്പെട്ടിട്ട് ഏകദേശം 8 മാസത്തോളം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാളെ. ഓഗസ്റ്റ് 13 നമ്മുടെ MD വാസുദേവൻ നായരുടെ ജന്മദിനം. അപ്പോൾ ആ ജന്മദിനവുമായി ബന്ധപ്പെട്ട് MDയുടെ ഒരു ജീവചരിത്ര ഗ്രന്ഥം പ്രകാശനം ചെയ്യാൻ പോവുകയാണ് നമ്മുടെ മാതൃഭൂമി. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് MD വാസുദേവൻ നായർ ഇതുവരെയും ഒരു ആത്മകഥ പോലും എഴുതിയിട്ടില്ല. ഒരു ആത്മകഥ MDയുടേതായിട്ട് ഇല്ലാത്ത ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന വ്യക്തി ഡോക്ടർ കെ ശ്രീകുമാർ ആണ്. ആരാണ്? ഡോക്ടർ കെ ശ്രീകുമാർ ആണ് MDയുടെ ഈ ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതുന്നത്. അതിന്റെ പേരും MD വാസുദേവൻ നായർ എന്ന് തന്നെയാണ്. അപ്പൊ നമുക്കൊരു എളുപ്പമായി അതിനൊരു പ്രത്യേകിച്ചൊരു പേര് പഠിക്കേണ്ട. എന്ത് തന്നെയാണ് അതിന്റെ പേര്? MD വാസുദേവൻ നായർ, എഴുതിയത് ഡോക്ടർ കെ ശ്രീകുമാർ. സദ്ഭാവന പുരസ്കാരം MR തമ്പാൻ. ആർക്കാണ്? MR തമ്പാനാണ് 2025 സദ്ഭാവന പുരസ്കാരം നൽകിയത്. എന്തിനാണത് നൽകുന്നത്? ജനാധിപത്യ കലാസാഹിത്യ വേദിയുടെ സദ്ഭാവന പുരസ്കാരത്തിന് MR തമ്പാൻ അർഹനായി. ഏതാണ്? ജനാധിപത്യ കലാസാഹിത്യ വേദിയുടെ സദ്ഭാവന പുരസ്കാരത്തിനാണ് MR തമ്പാൻ അർഹനായിരിക്കുന്നത്. പ്രൊഫസർ ജി അംബികയ്ക്ക് രാജ്യാന്തര പുരസ്കാരം, ഒരു ഇന്റർനാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുകയാണ് പ്രൊഫസർ ജി അംബികയ്ക്ക്. എന്ത് പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സ്കൂൾ ഓഫ് ഫിസിക്സിലെ പ്രൊഫസറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അംബിക. അംബികയ്ക്ക് രാജ്യാന്തര പുരസ്കാരം ലഭിച്ചു. ഏതിന്റെയാണ്? കാലിഫോർണിയ സർവകലാശാലയിലെ പ്രൊഫസർ CS സുവിന്റെ പേരിൽ ഇന്റർനാഷണൽ സൊസൈറ്റി നോൺ ലീനിയർ സയൻസ് ആൻഡ് കോംപ്ലക്സിറ്റി ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ആർക്ക് ലഭിച്ചത്? അംബികയ്ക്ക് ലഭിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികളെ സംരംഭകരാക്കാൻ S2V. അപ്പൊ ഇനി സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എപ്പോഴും പറയുമല്ലേ, സ്കൂൾ വിദ്യാർത്ഥികൾ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ അറിഞ്ഞിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ജോലി അവർ അറിഞ്ഞിരിക്കണം. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തയ്യലൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുണ്ടായിരുന്നു. തയ്യൽ, അങ്ങനെ 1-2 കാര്യങ്ങളൊക്കെ. അതായത് നമ്മൾ സ്കൂൾ എല്ലാവരും പഠിച്ചെടുക്കാവുന്നവരല്ല അല്ലേ. ചിലർക്കെങ്കിലും അവരുടെ കൈത്തൊഴിൽ, എന്തെങ്കിലുമൊക്കെ ഒരു കൈത്തൊഴിൽ അവരുടെ മികവ് തെളിയിക്കുന്നവരായിരിക്കും. അങ്ങനെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ പഠനം അവസാനിച്ചാലും അവർക്ക് സ്വന്തമായ ഒരു വരുമാനം, ഈ പഠനത്തിനൊപ്പം ഒരു പോക്കറ്റ് മണി ലഭിക്കുന്നു. അത് അവസാനിച്ചു കഴിഞ്ഞാലും സ്വന്തമായിട്ടൊരു വരുമാനം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഇത്തരം പദ്ധതികളുടെ ലക്ഷ്യം. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് S2V. സംസ്ഥാനത്തെ സ്കൂൾ വിദ്യാർത്ഥികളെ പഠനത്തിനൊപ്പം സംരംഭകത്വവും പരിശീലിപ്പിച്ചു തുടങ്ങി. കൂൺ കൃഷി മുതൽ, ഏത് മുതൽ? കൂൺ കൃഷി മുതൽ ഡ്രോൺ സർവീസിംഗ് വരെ. എന്താണ്? കൂൺ കൃഷി മുതൽ ഡ്രോൺ സർവീസിംഗ് വരെ നീളുന്നതാണ് വിദ്യാർത്ഥികളുടെ സംരംഭങ്ങൾ. അവരെ സംരംഭകരാക്കി മാറ്റുകയാണ്. കൂൺ കൃഷി മുതൽ ഡ്രോണുകൾ വരെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോണുകൾ വരെ ഉണ്ടാക്കി നൽകാം എന്ന രീതിയിലൊക്കെ കുട്ടികൾ വളരുകയാണ്. സമഗ്ര ശിക്ഷ കേരളയുടെ സ്കിൽ ടു വെഞ്ചർ. എന്താണ്? സ്കിൽ ടു വെഞ്ചർ. അതാണ് S2V. സ്കിൽ ടു വെഞ്ചർ എന്നാണ് ഈ S2Vയുടെ ഫുൾ ഫോം. അപ്പോൾ സ്കിൽ ടു വെഞ്ചർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കുട്ടികളെ സംരംഭകരാക്കാനായിട്ട് നമ്മുടെ സർക്കാർ ഒരുങ്ങുന്നത്. കേരള സമഗ്ര ശിക്ഷാ അഭിയാൻ. ഏതാണ്? കേരള സമഗ്ര ശിക്ഷയല്ല, സമഗ്ര ശിക്ഷ കേരള. നമുക്കൊക്കെ അറിയാവുന്നത് സർവശിക്ഷ അഭിയാനാണ്. അതല്ല, സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു S2V അല്ലെങ്കിൽ സ്കിൽ ടു വെഞ്ചർ പദ്ധതി നടപ്പിലാക്കുന്നത്. വനിതാ ലോകകപ്പ് ട്രോഫി ടൂറിന് തുടക്കം. അപ്പൊ വനിതാ ലോകകപ്പ് ട്രോഫി ടൂർ ആരംഭിക്കുകയാണ്. ഇന്ത്യയിലാണ് എന്ത് നടക്കുന്നത്? വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? ഇന്ത്യയിലാണ്. ലോകകപ്പ് കൗണ്ട് ഡൗൺ 50 days to go പരിപാടി. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? ജയ്ഷായാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് ആരാണ്? ജയ്ഷായാണ്.
എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഇന്ത്യയിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കൗണ്ട് ഡൗൺ ആണ് 50 days to go. എന്താണ്? 50 days to go. ഇന്ത്യയിൽ നടക്കുന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് കൗണ്ട് ഡൗൺ പരിപാടിയാണ് 50 days to go. ഇതിന്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായ ജയ്ഷായാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. എരിഗാസിയെ ഞെട്ടിച്ച് നിഹാൽ. അപ്പോ ചെസ്സുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് നിഹാൽ സരിൻ. നിഹാൽ സരിനെ നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാം. നിഹാൽ സരിൻ മലയാളിയാണ്. അപ്പൊ ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചെസ്സിൽ 1ാം സീഡും ലോക 5ാം നമ്പർ താരവുമായ അർജുൻ എരിഗാസിയെ കീഴടക്കിക്കൊണ്ട് മലയാളിയായ നിഹാൽ സരിൻ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു വിജയമൊന്നും വേണ്ട, നമ്മൾ പഠിച്ചിരിക്കേണ്ടത് നിഹാൽ സരിൻ ചെസ്സുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. കൂടാതെ ഒരു മലയാളി താരം കൂടിയാണ് നിഹാൽ സരിൻ. അനസ് അൽ ഷെരീഫ്, ഗാസയിലെ അൽ ജസീറയുടെ മുഖം. അപ്പോൾ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിന്റെ വാർത്തകളൊക്കെ ലോക ജനതയെ ഒരു വെള്ളവും ചേർക്കാതെ, അതായത് സത്യസന്ധമായി തന്നെ റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടറാണ് ആര്? അനസ് അൽ ഷെരീഫ്. അനസ് അൽ ഷെരീഫ് ഇങ്ങനെ എല്ലാം കൃത്യമായി റിപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, അനസ് അൽ ഷെരീഫ് എന്താണ്? ഗാസയിലെ യുദ്ധങ്ങൾ പുറം ലോകത്തെ കൃത്യമായി അറിയിച്ചതിന്റെ പേരിൽ വധിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? അനസ് അൽ ഷെരീഫ്. ടിബറ്റിലേക്ക് റെയിൽപാത നിർമ്മിക്കാൻ ചൈന. അപ്പൊ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ടിബറ്റിലേക്ക് ഒരു റെയിൽപാത നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. സിൻജിയാങ് പ്രവിശ്യയെ ടിബറ്റുമായി ഇത് ബന്ധിപ്പിക്കും. എന്താണ്? സിൻജിയാങ് പ്രവിശ്യ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയായ യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് അടുത്തുകൂടിയാണ് ഈ റെയിൽവേ പാതയുടെ ഒരു ഭാഗം കടന്നു പോകുന്നത്. സിൻജിയാങ് പ്രവിശ്യയെ ടിബറ്റുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാതയാണ് പണിയുന്നത്. ഇത് എന്തുമായി വരുന്നു? നമ്മുടെ ആക്ച്വൽ ബോർഡറിന്റെ അടുത്തുകൂടി പോകുന്ന രീതിക്കാണ് ഈ ഒരു റെയിൽപാത ചൈന നിർമ്മിക്കാൻ പോകുന്നത്. ജൂണിൽ വെടിയേറ്റ കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി അന്തരിച്ചു. അപ്പൊ കൊളംബിയയിലെ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി അദ്ദേഹം ജൂണിൽ വെടിയേറ്റ് ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം അന്തരിച്ചിട്ടുണ്ട്. 2 മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മിഗ്വേൽ യുറൈബ്. ആരാണ്? മിഗ്വേൽ യുറൈബ്. ഇതൊക്കെ ഒരു പക്ഷെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചിരിക്കുക. മിഗ്വേൽ യുറൈബ് ആണ് അടുത്തിടെ അന്തരിച്ച കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി. ആരാണ്? മിഗ്വേൽ യുറൈബ്. കൃത്യമായി ഓർത്തിരിക്കുക, കൊളംബിയൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു മിഗ്വേൽ യുറൈബ്. ഹിമവേഗം ഇതൊരു യുദ്ധക്കപ്പലാണ്. നമ്മുടെ ഇന്ത്യൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലാണ്. ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത് ഓഗസ്റ്റ് 26-നാണ്. വിശാഖപട്ടണത്ത് നിന്നാണ് ഇത് കമ്മീഷൻ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലാണ്. ഇതിന്റെ പേര് ഹിമ എന്നാണ്. വെറും ഹിമയല്ല, ഹിമഗിരി. എന്താണ്? ഹിമഗിരി എന്നാണ് ഈ ഒരു യുദ്ധക്കപ്പലിന്റെ പേര്. ഓഗസ്റ്റ് 26-ന് വിശാഖപട്ടണത്ത് നിന്നും കമ്മീഷൻ ചെയ്യാൻ പോകുന്ന നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലാണ് ഏത്? ഹിമഗിരി. ഏതാണ്? ഹിമഗിരി. ഈ ഹിമഗിരി നിർമ്മിച്ചിരിക്കുന്നത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. നമുക്കതൊന്നും വേണ്ട. ഹിമഗിരി കൃത്യമായി പഠിച്ചിരിക്കുക. ഇന്ത്യൻ നാവികസേനയുടെ ഒരു യുദ്ധക്കപ്പലാണ് ഹിമഗിരി. ജപ്പാന്റെ ഇതിഹാസ താരം കുനിഷിഗെ കമാമോട്ടോ അന്തരിച്ചു. ജപ്പാൻ ഫുട്ബോളിന്റെ ഇതിഹാസ താരമായിരുന്ന വ്യക്തിയാണ് ആര്? കമാമോട്ടോ. എന്താണ്? കമാമോട്ടോ എന്നാണ് പേര്. വ്യക്തമായി പഠിക്കുക. കുനിഷിഗെ കമാമോട്ടോ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ ജപ്പാന് വേണ്ടി കൂടുതൽ ഗോൾ നേടി റെക്കോർഡിട്ട താരമാണ് കുനിഷിഗെ കമാമോട്ടോ. അപ്പൊ ചരിത്ര താരം, ഇതിഹാസ താരം തന്നെയാണ്. ജപ്പാന് വേണ്ടി അന്താരാഷ്ട്ര ഗെയിമുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമാണ് ആര്? കുനിഷിഗെ കമാമോട്ടോ. അപ്പൊ അടുത്തിടെ അന്തരിച്ച ജപ്പാന്റെ ഇതിഹാസ താരം, ജപ്പാന് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം ആരാണ്? കുനിഷിഗെ കമാമോട്ടോ. യോഗ്യത നേടി ഇന്ത്യൻ ടീം. ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു താള് കൂടി എഴുതി ചേർക്കേണ്ടതായിരിക്കുന്നു. അതായത് നീണ്ട 20 വർഷത്തിന് ശേഷം ഇന്ത്യൻ വനിതാ ടീം ഏതാണ്? ഇന്ത്യൻ വനിതാ ടീം അണ്ടർ 20 വനിതാ ടീം ഏഷ്യ കപ്പിനുള്ള യോഗ്യത നേടിയിരിക്കുന്നു. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 20 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ത്യൻ വനിതാ ടീം, പ്രത്യേകിച്ച് എന്താണ് അണ്ടർ 20 വനിതാ ടീം ഏഷ്യ കപ്പിന് യോഗ്യത നേടുന്നത്. കൃത്യമായി പഠിച്ചിരിക്കുക. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം അണ്ടർ 20 ഏഷ്യ കപ്പ് യോഗ്യത നേടിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം.
വനിതാ ടീമാണെന്ന് കൂടി നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. വനിതാ ടീമിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതോടെ നമ്മുടെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ വനിതകളുടെ സ്ഥാനം 63ലേക്ക് ഉയർന്നിട്ടുണ്ട്. ഒരു വിവാദ പ്രഖ്യാപനം നമ്മുടെ US പ്രതിരോധ സെക്രട്ടറിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കണം എന്നൊരു വീഡിയോ തന്നെ പ്രചരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ US പ്രതിരോധ സെക്രട്ടറിയായ പീറ്റ് ഹെഗ്സെറ്റ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇയാളുടെ പേര് പഠിച്ചിരിക്കുക. നിലവിലെ US പ്രതിരോധ സെക്രട്ടറിയാണ് പീറ്റ് ഹെഗ്സെറ്റ്. ഇവർ പാകിസ്ഥാനുമായി കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. നമ്മുടെ US പാകിസ്ഥാനുമായി ഒരു വ്യാപാര കരാറൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞു. ഇന്ത്യയുമായി ചില പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. നിരന്തരം നമ്മൾ വാർത്തയിൽ കാണുന്നുണ്ട്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കൊക്കെ നികുതിയൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പീറ്റ് ഹെഗ്സെറ്റ് ഈ ഒരു വിവാദമായിട്ടുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുകയാണ്. സ്ത്രീകൾക്ക് വോട്ടവകാശം നിഷേധിക്കണം. അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ ജെയിംസ് ലവൽ അന്തരിച്ചു. ജെയിംസ് ലവൽ അന്തരിച്ചു. ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളിൽ ഒരാളാണ് ജെയിംസ് ലവൽ. നമ്മുടെ അപ്പോളോ 8 ദൗത്യത്തിലാണ് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിലേക്ക് പോകുന്നത്. ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജെയിംസ് ലവൽ. തുടക്കത്തിൽ പരാജയം രുചിച്ച US-ന്റെ ചാന്ദ്ര ദൗത്യത്തെ ആദ്യമായി വിജയത്തിലേക്ക് നയിച്ച നാസയുടെ അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ ആയിരുന്നു ജിം ലെവൽ. നമുക്ക് എല്ലാവർക്കും അറിയാം. 1969 ജൂലൈ 21 നമ്മൾ ചാന്ദ്രദിനം ആഘോഷിക്കുന്നത്. 20 എന്നും പറയുന്നുണ്ട്. അതായത് ഈ പേടകം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ദിവസം ജൂലൈ 20 ആ ദിനവും നമ്മൾ ചാന്ദ്രദിനമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത് ഈ ദൗത്യത്തിലെ അംഗമല്ലായിരുന്നു നമ്മുടെ ജെയിംസ് ലവൽ. അതായത് ചന്ദ്രനിൽ കാലുകുത്തിയ ദൗത്യം അത് തന്നെയായിരുന്നു. എന്നിരുന്നാലും ആദ്യത്തെ 1969 മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയതെങ്കിലും അപ്പോളോ 8 പരാജയപ്പെട്ടപ്പോൾ 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തിയതെങ്കിലും ചന്ദ്രനിൽ പോയ ആദ്യ ബഹിരാകാശ സഞ്ചാരികളാണ് ലവലും സംഘവുമാണ്. ചന്ദ്രനിലേക്ക് യാത്ര തിരിച്ച ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരികളാണ് ലവലും സംഘവും. അപ്പൊ അതിലുണ്ടായിരുന്ന കമാൻഡർ ആയിരുന്നു ജെയിംസ് ലവൽ. അപ്പൊ ഓർക്കുക, അപ്പോളോ 8 ദൗത്യത്തിന്റെ കമാൻഡർ ആണ് ജെയിംസ് ലവൽ. അടുത്തിടെ അന്തരിച്ചു. വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി നെഹ്റു ട്രോഫി ഭാഗ്യചിഹ്നം. അപ്പൊ നമ്മുടെ 71ാമത് നെഹ്റു ട്രോഫി മത്സരങ്ങൾ ആരംഭിക്കുകയായി. ടിക്കറ്റ് വിതരണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ അതിന്റെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. നമുക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ്. നടക്കാൻ പോകുന്നത് 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയാണ് നടക്കാൻ പോകുന്നത്. ഇതിന്റെ ഭാഗ്യചിഹ്നമാണ് വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം. അപ്പൊ നമുക്കിനി കുറച്ച് കൂടുതൽ ആനുകാലിക വാർത്തകൾ നോക്കാം. 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിക് മൊബിലിറ്റി ട്രെൻഡുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് 2024 എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയ സ്ഥാപനം 2025 ഓഗസ്റ്റിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഇലക്ട്രിക് മൊബിലിറ്റി ട്രെൻഡുകൾ ട്രാക്ക് ചെയ്യുന്നതിനായി ഇന്ത്യ ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സ് 2020 എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത് നീതി ആയോഗാണ്. നാഗോർണോ കറാബക്കിനെ ചൊല്ലി വർഷങ്ങളായി നിലനിൽക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി വൈറ്റ് ഹൌസിൽ ചരിത്രപരമായ സമാധാന കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് അർമേനിയയും അസർബൈജാനും. ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് എസ് ജയശങ്കർ. ചാടിയത് 8.13 മീറ്റർ ആണ്. ഇതുകൂടെ പഠിച്ചു വെക്കുക. നമുക്ക് നമ്മുടെ നീരജ് ചോപ്ര ജാവലിംഗ് ത്രോ എഴുതിയത് എത്ര ദൂരം പതിച്ചു എന്നൊരു ചോദ്യം നമുക്കുണ്ടായിരുന്നു. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇത് പഠിക്കുക. ലോക അത്ലറ്റിക് കോണ്ടിനെന്റൽ ടൂറിൽ ലോങ് ജമ്പിൽ സ്വർണം നേടിയ മലയാളി താരമാണ് എസ് ജയശങ്കർ. 8.13 മീറ്റർ ആണ് ജയശങ്കർ ചാടിയ ദൂരം. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ശുദ്ധജല ഞണ്ടുകളുടെ പേരാണ് കാസർഗോഡിയ ഷീബ. കാസർഗോഡിയ ഷീബ. എന്തുകൊണ്ട് ഈ ഷീബ കൂടി വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയായ ഷീബയും കൂടെ ഷീബയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു കണ്ടുപിടുത്തം നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരോടുള്ള ആദര സൂചകമായി ആ ഞണ്ടിന്റെ പേരിന്റെ കൂടെ അവരുടെ പേരൂടെ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പൊ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ശുദ്ധജല ഞണ്ടിന്റെ പേരാണ് കാസർഗോഡിയ ഷീബ.
നമുക്ക് ചോദ്യം വരാം, കാസർഗോഡിയ ഷീബ താഴെ പറയുന്നവയിൽ ഏത് ജീവിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഞണ്ടാണ് കേട്ടോ. നമുക്കിനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രസവശേഷം ആശുപത്രിയിൽ നിന്ന് കുഞ്ഞുമായി മടങ്ങുന്ന അമ്മയ്ക്ക് വൃക്ഷത്തൈ സമ്മാനമായി നൽകുന്ന പദ്ധതി. അപ്പൊ പുതിയൊരു പദ്ധതി വന്നിരിക്കുകയാണ്, നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ്. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും കുഞ്ഞുമായി മടങ്ങുന്ന അമ്മ കുഞ്ഞിനെയും കൊണ്ടുപോകണ്ട, കുഞ്ഞിന്റെ ബാസ്ക്കറ്റ് ഇത് മാത്രം കൊണ്ടുപോകണ്ട, ഒരു വൃക്ഷത്തൈ കൂടെ വെച്ചോ എന്നും പറഞ്ഞ് അതും കൂടെ സമ്മാനമായി നൽകുന്ന ഒരു പദ്ധതി വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മാതൃയാനം, ഓപ്ഷൻ ബി ജീവൻ പദ്ധതി, ഓപ്ഷൻ സി മാതൃജീവൻ പദ്ധതി, ഓപ്ഷൻ ഡി ജീവൻ യാനം പദ്ധതി. അപ്പൊ ഇതിൽ ഏതാണ് ആ പദ്ധതി? മാതൃയാനം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അതായത് പ്രസവശേഷം വീട്ടിലേക്ക് മടങ്ങുന്നവർക്ക് എന്താണ്, ഫ്രീ ആയിട്ട് ഒരു ആംബുലൻസ് സർവീസ് കൊടുക്കുന്നു, അവരെ ഫ്രീ ആയിട്ട് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് മാതൃയാനം. ഇതിന്റെ ഉത്തരമായി വരുന്നത് ജീവൻ പദ്ധതിയാണ്. ഓപ്ഷൻ ബി ജീവൻ പദ്ധതി. ഒരു ജീവൻ, രണ്ട് ജീവൻ അല്ലേ? കയ്യിൽ ഒരു പൊടിക്കുഞ്ഞ്, ഒരു പുതിയൊരു ജീവൻ, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു മരവും കൂടി, ആ കുട്ടിയെ കൂടെ ഒന്ന് സ്മരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരവും കൂടി അല്ലേ? അപ്പൊ ജീവൻ പദ്ധതി. അടുത്ത ചോദ്യം, അടുത്തിടെ വിരമിച്ച ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിനൊപ്പം അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിൽ 9 മാസം കുടുങ്ങിപ്പോയ നാസ ബഹിരാകാശ സഞ്ചാരി. അപ്പൊ നമ്മുടെ സുനിത വില്യംസിനൊപ്പം ഒരാൾ കൂടി നമ്മുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആരാണ് അദ്ദേഹം? നമ്മൾ ആ വാർത്തകളിലൊക്കെ ഒത്തിരി തവണ നമ്മൾ പറഞ്ഞു പോയ പേരാണ്. ഓപ്ഷൻ എ ബുഷ് വിൽമോർ, ഓപ്ഷൻ ബി നിക്കോൾ അയോസ്, ഓപ്ഷൻ സി ആനി മക്ലൈൻ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ക്ലിയർ ആണ്, ബുഷ് വിൽമോർ. ഓപ്ഷൻ എ ബുഷ് വിൽമോർ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അദ്ദേഹം വിരമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഒരു ബഹിരാകാശ യാത്രയിൽ നമുക്ക് ബുഷ് വിൽമോറിന്റെ പേര് പഠിക്കേണ്ടതായി വരില്ല. ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ സ്ഥാനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ക്ലാസ്സിൽ. ഓപ്ഷൻ എ 163, ബി 63, സി 85, ഡി 185. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി 63 ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, പുതുതലമുറയിൽ ശാസ്ത്ര അവബോധം വളർത്താനും അവരുടെ അഭിരുചി കണ്ടെത്തി ശാസ്ത്രമേഖലയിലേക്ക് നയിക്കാനും ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, അതായത് നമ്മുടെ ICMRന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഒരു സംരംഭമുണ്ട്. എന്താണ്? ഓപ്ഷൻ എ സൺഷൈൻ, ബി സ്ക്വയർ, സി മിലാന, ഡി ഷൈൻ. എന്താണ് പദ്ധതി? പുതുതലമുറയിൽ ശാസ്ത്ര അവബോധം വളർത്തുക, അവരുടെ അഭിരുചി കണ്ടെത്തി ശാസ്ത്ര മേഖലയിലേക്ക് നയിക്കുക, അവർക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, അതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംരംഭമാണ് ഓപ്ഷൻ ഡി. എന്താണ്? ഷൈൻ. ഷൈൻ ആണ് ആ ഒരു സംരംഭം എന്നൊന്ന് ഓർക്കുക. അടുത്ത ചോദ്യം നോക്കാം. വന്യജീവികളുടെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവനത്തിനായി വനം വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി. ഇത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ എ വിത്തൂട്ട്, ബി വിതയൂട്ട്, സി കതിരൂട്ട്, ഡി കതിർ കൊയ്ത്ത്. ഇതിൽ ഏതാണ് ആ പദ്ധതി? ഏതാണ്? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ? ഓപ്ഷൻ എ വിത്തൂട്ടാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ്സിലൂടെ കൂടുതൽ കറണ്ട് അഫയേഴ്സ് വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്